നേര്യമംഗലം വില്ലാഞ്ചിറയിൽ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഒരു മരം വീണതിനെ തുടർന്ന് യാത്രക്കാർ ഏറെ നേരം വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വളരെ നേരം യാത്രക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസരമുണ്ടാകുന്നു, ഒരു മരണം സംഭവിക്കുന്നു. ഇപ്പോഴെന്താണ് ഏറ്റവും പുതിയ വിവരം? അനുസരിച്ച് ഈ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ കോതമംഗലത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറയിലാണ് ഈ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. ഈ കാറിലെ യാത്രക്കാരി ആയിട്ടുള്ള ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, കാറിൽ മറ്റു യാത്രക്കാരും ഉണ്ടായിരുന്നു. അവരെയും പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അതിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു മരം ഒടിഞ്ഞ് ഈ KSRTC ബസ്സിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. ഈ KSRTC ബസ്സിന് മുകളിലേക്ക് വീണ മരം അതും മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ബസ്സിൽ നിന്നും യാത്രക്കാരെ മുഴുവൻ ഇറക്കിയിട്ടുമുണ്ട്. അവരെ കോതമംഗലത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. കോതമംഗലത്തെ വിവിധ ആശുപത്രികളിലേക്ക് ഇവരെ മാറ്റി എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ മേഖലയിൽ ആകമാനം കാറ്റും അതിശക്തമായ മഴയും ഇപ്പോഴുമുണ്ട്. ഇതുവഴി വാഹന ഗതാഗതം നിലവിലെ അവസ്ഥയിൽ വലിയ പ്രശ്നത്തിലൂടെയാണ് പോകുന്നത്. ഏത് നിമിഷവും മണ്ണിടിച്ചിലിനും അതോടൊപ്പം മരം ഇത്തരത്തിൽ കടപുഴകി വീഴുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. മലയോര മേഖലയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ആ പ്രദേശത്ത് ഉണ്ടായത്. ഒരു മരണം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാറിലും ആ ബസ്സിലും ഉണ്ടായിരുന്ന പരിക്കേറ്റ ആളുകളെ കോതമംഗലത്തെ വിവിധ ആശുപത്രികളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇവരുടെയൊന്നും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്, കാറിൽ ഉണ്ടായിരുന്ന ചിലരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കുറച്ച് പ്രശ്നമാണ് എന്ന തരത്തിൽ വിവരം വരുന്നുണ്ട്. പക്ഷേ ബസ്സിൽ ഉണ്ടായിരുന്നവർക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നൽകാൻ കഴിയും. എന്താ ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വില്ലാഞ്ചിറയിൽ മരം കടപുഴകി ഒരാൾ മരിച്ചു. അതേപോലെ തന്നെ KSRTC ബസ്സിന് മുകളിലും മരം കടപുഴകി വീണു. അതിൽ സഞ്ചരിച്ച ആളുകൾക്കും പരുക്കുണ്ട്. കോതമംഗലത്തെ വിവിധ ആശുപത്രികളിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല, ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നങ്ങളില്ല ബസ് യാത്രക്കാർക്ക്. അതേസമയം കാർ യാത്ര ചെയ്തിരുന്നവരിൽ ചിലരുടെ ആരോഗ്യനിലയിൽ നേരിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്ത് തുടരുകയാണെങ്കിൽ, ശ്രീകാന്ത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ ഗതാഗതം അവിടെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്നവർ നേര്യമംഗലം ആവോലിച്ചാൽ വഴി പാലമറ്റം വഴി കോതമംഗലത്തേക്ക് പോകേണ്ടതാണ് എന്നിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ മരം മുറിച്ചു മാറ്റി അത് ഗതാഗതം റോഡിലേക്ക് വീണ മണ്ണും ഉണ്ട്. ആ മണ്ണും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കുറച്ച് സമയമെടുക്കും. അതിനാലാണ് ഈ അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്നവർ നേര്യമംഗലം ആവോലിച്ചാൽ വഴി പാലമറ്റം വഴി കോതമംഗലത്തേക്ക് പോകേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയിൽ പെട്ടിക്കടയുടെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. പക്ഷേ ആളപായമില്ല എന്നൊരു വിവരം കൂടി ആ പ്രദേശത്തു നിന്നും വരുന്നുണ്ട്. ഈ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ഇടുക്കി മേഖലയിൽ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അതേ തുടർന്നാണ് ഈ അപകടങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത്. ഈ ദേശീയപാതയിൽ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയിൽ പെട്ടിക്കടയുടെ മുകളിലേക്ക് കൂടി മരം ഒടിഞ്ഞു വീണ് പ്രശ്നമുണ്ടായിട്ടുണ്ട്. പക്ഷെ ആളപായമില്ല എന്ന അറിയിപ്പും ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ യാത്രക്കാരെയൊക്കെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. കോതമംഗലത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് കാറിലുണ്ടായിരുന്ന ചിലർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ബസ്സിലുണ്ടായിരുന്നവരിൽ ചിലർ പരിക്കേറ്റിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ ഗുരുതരമായ പരിക്കില്ല എന്ന വിവരവും വരുന്നുണ്ട്. എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. തൽക്കാലം ഈ അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്നവർ ആവോലിച്ചാൽ വഴി പാലാമറ്റം കയറി കോതമംഗലത്തേക്ക് പോകേണ്ടതാണ് എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്താണ്.